വളരെ ബുദ്ധിപൂർവമായിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഞാനിതൊരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കട്ടെ ശ്രീ രാജു പെതിരെ, കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് സാർ, ഇപ്പോഴുള്ളത് വഖഫ് ബോർഡിന്റെ ചെയർമാനാണെങ്കിലും അംഗങ്ങളാണെങ്കിലും പിണറായി വിജയൻ സർക്കാരിന് അഥവാ ഇടതു സർക്കാരിന് സ്വാധീനമുള്ള വഖഫ് ബോർഡ് അംഗങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായും. ഈ വഖഫ് ബോർഡിനോട് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചല്ലോ ഇനി നോട്ടീസ് അയക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വഖഫ് ബോർഡ് അത് കേട്ടു എന്നാണ് പറഞ്ഞത്. അത് വഖഫ് ബോർഡിന്റെ ചെയർമാൻ നേരത്തെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഈ ക്ലെയിമിൽ നിന്ന്, അവരുടെ ആസ്തിയിൽ നിന്ന് ഈ ലീഗൽ ഡിസ്പ്യൂട്ട് ഉള്ളത് കാരണം ഇത് ഒഴിവാക്കി, ഈ സാഹചര്യത്തെ ഒഴിവാക്കി കൊടുക്കൂ എന്ന് വഖഫ് ബോർഡിനോട് സർക്കാരിന് നിർദ്ദേശിക്കാൻ പറ്റുമോ എന്നതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ വഖഫ് ബോർഡ് ഒരു അഫിഡവിറ്റ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ് നമ്മളോട് സമരസമിതി ചോദിക്കുന്നത്. ശ്രീ അബ്ദുൽ ഖാദർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. എന്റെ ചോദ്യം വഖഫ് ബോർഡ് ഈ സത്യത്തിൽ സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ ഒരു അനുബന്ധ സംവിധാനം എന്ന നിലയിലല്ല, അതൊരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എടുക്കുന്ന ഉത്തരവ് അതേപോലെ അങ്ങ് ചെയ്യുക എന്നുള്ള പ്രശ്നം ഞാൻ തുതിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ UDF പിന്നെ ഭരണസമിതി എടുത്ത നിലപാടുകളെ സംബന്ധിച്ചും പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പൊ സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സംവിധാനമാണ്. മാത്രവുമല്ല, ഈ പ്രശ്നം ഈ നിയമപരമായിട്ട് കോടതിയുടെ മുമ്പിലുള്ള ഒരു വിഷയമാണ്. അപ്പൊ കരമടയ്ക്കാനുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശത്തെ ഹൈക്കോടതി ചോദ്യം ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികളുണ്ടാവാൻ സാധ്യതയുണ്ട്. വഖഫ് ബോർഡിനോട് ഉത്തരവിടാൻ സർക്കാരിന് കഴിയില്ല, പക്ഷേ സർക്കാരിന് വഖഫ് ബോർഡിനോട് നിർദ്ദേശിക്കുകയും അത് ഉപദേശിക്കുകയും ചെയ്യാമല്ലോ. വഖഫ് ബോർഡിനോട് ഈ പ്രശ്നം ഒഴിവാക്കാനും അവിടെയുള്ള മനുഷ്യരുടെ ആശങ്കകൾ ഒഴിവാക്കാനും നിയമത്തിൽ ഇങ്ങനെ ഡിസ്പ്യൂട്ടുള്ള ഒരു സാഹചര്യത്തിലും നിലവിൽ നിങ്ങളുടെ വഖഫിന്റെ ക്ലെയിമിൽ നിന്ന് ഈ മുൻപത്തെ 404 ഏക്കർ 614 പേരുടെ വിഷയം അത് ഒഴിവാക്കി കൊടുക്കാൻ ആവശ്യപ്പെടാമല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ബോർഡിന്റെ നേതൃത്വത്തിൽ തീരുമാനം ഉണ്ട്. ആ നടപടിക്രമങ്ങൾ അതെനിക്ക് മനസ്സിലായി. എനിക്ക് ഒരു ട്രെയിൻ യാത്രയിലായതുകൊണ്ട് ഇടയ്ക്ക് റേഞ്ച് കട്ടാവുന്നുണ്ട്. പക്ഷേ എങ്കിലും ചുരുക്കി പറഞ്ഞാൽ അതിന് സർക്കാരിന് ഏതെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സാങ്കേതിക തടസ്സമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ആ സാങ്കേതികവും നിയമപരവുമായ തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇപ്പൊ പുതിയ 3 മാസത്തിനുള്ളിൽ ഒരു റിപ്പോർട്ട് നൽകി അതിന്മേൽ നടപടിയെടുക്കുമെന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷന്റെ ഫൈൻഡിങ്സ് ഈ ബോർഡ് അംഗീകരിക്കണമെന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഈ പ്രശ്നത്തെ മറികടക്കുക എന്നുള്ളതാണ് പിന്നെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യേണ്ടതാണ്. അല്ലാതെ കലഹമുണ്ടാക്കിയാൽ ആ കലഹങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം. മനസ്സിലായി. ശ്രീ KV അബ്ദുൽ ഖാദർ, എന്റെ ചോദ്യം ഇതാണ്. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നിലവിലുള്ള നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് വഖഫ് ബോർഡിനോട് ഇങ്ങനൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ മുൻപത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആ ക്ലെയിം ഉപേക്ഷിക്കണമെന്ന് സർക്കാരിന് ഒരു ശുപാർശ ചെയ്യാവുന്നതല്ലേ? അത് വഖഫ് ബോർഡ് അംഗീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ് സമരസമിതി ചോദിക്കുന്നത്. ഒരു ശുപാർശയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ സർക്കാരിന്? ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രശ്നം ഒഴിവാക്കുന്നതിനാണ് ഗവൺമെന്റ് വളരെ ഉചിതമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഒരു നിമിഷം, നമ്മുടെ കൂടെ പങ്കെടുക്കുന്ന ഞാൻ ചോദിക്കുന്നത് ബെന്നി, ജോസഫ് ബെന്നി ചോദിച്ചോളൂ. ഈ സാങ്കേതികമായ തടസ്സമുണ്ട്, സാങ്കേതികമായ പ്രശ്നമുണ്ട്, നിയമപരമായ പ്രശ്നമുണ്ട്. 2008 ഈ നിസാർ കമ്മീഷനെ വെച്ചിട്ട് സാങ്കേതികമായ തടസ്സമോ നിയമപരമായ തടസ്സമോ ഉണ്ടാകാതെ ഞങ്ങൾക്കൊരു നോട്ടീസോ ഞങ്ങളെ കേൾക്കാനോ ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ കരമടച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളെ ഇത് വഖഫ് ബോർഡിലേക്ക് മാറ്റാനായിട്ട് 2019 എന്ത് നിയമവും എന്ത് സാങ്കേതിക തടസ്സം ഉണ്ടായില്ല. ഞങ്ങളറിയാതെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി വഖഫ് ബോർഡിലേക്ക് എഴുതിയപ്പോൾ ഒരു സാങ്കേതികത്വം ഒരു നിയമ തടസ്സം ഉണ്ടായില്ല. പക്ഷേ ഇതിപ്പോൾ വഖഫ് ബോർഡിനോടൊന്ന് പറയാനായിട്ട് നിയമ തടസ്സമുണ്ട്, സാങ്കേതിക തടസ്സമുണ്ട്. 2008 അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ് നിസാർ കമ്മീഷനെ വെക്കുന്നത്. ഞങ്ങളെ പരിശോധിച്ചോ? ഞങ്ങളെ കേട്ടോ? ഇല്ല. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കടന്നുപോയി. 2019 വീണ്ടും ഞങ്ങൾക്കിട്ട് പണി തന്ന്, 8ൻ്റെ പണി തന്ന്. അപ്പോഴും നിയമ തടസ്സവുമില്ല, സാങ്കേതിക തടസ്സവുമില്ല. ഞങ്ങളോട് എന്തെങ്കിലും, ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ഞങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ അപ്പം നിയമ തടസ്സമുണ്ട്, പ്രശ്നമുണ്ട്.
പിന്നെ വേറൊരു കാര്യം പറഞ്ഞു. 2022 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുണ്ടായി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തന്നതാണ്. അത് വഖഫ് ബോർഡ് അഫിഡാവിറ്റ് കൊടുത്തതിന്റെ പേരിൽ ഗവൺമെന്റ് വഖഫ് പ്രോപ്പർട്ടിക്ക് കരമടക്കാൻ തന്നതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് അത് നിഷേധിക്കപ്പെട്ടത്. അവിടെയും സാങ്കേതികത്വവും നിയമ തടസ്സം ഉണ്ടായില്ലേ? അപ്പൊ ഞങ്ങളുടെ പ്രശ്നം വരുമ്പോൾ അപ്പടി നിയമ തടസ്സം, സാങ്കേതിക തടസ്സം, ഞങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനായിട്ട് ഒരു വിഷയത്തിന്റെ പുറത്ത് ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ ഒരു നീക്കം നടത്തുകയായിരുന്നു. അങ്ങനെ ഈ മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരെ നിങ്ങൾ രാഷ്ട്രീയമായി പറ്റിക്കുകയായിരുന്നു എന്നാണ് അവരുടെ സംശയം. അല്ല, ഇത് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വാദം അല്ല നേരത്തെ സംസാരിച്ച വ്യക്തി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അതിന് മുന്നിലുള്ള നിയമപരവും സാങ്കേതികവുമായ പ്രശ്നങ്ങളെ മറികടന്ന് ആരാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ ആകെ കുത്തിക്കലക്കലാണ് ശരി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ മറ്റെന്തോ താല്പര്യങ്ങളുണ്ട്. അതല്ല, പക്ഷേ ശ്രീ കെ വി അബ്ദുൽ ഖാദർ, അവരുടെ സംശയം ന്യായമല്ലേ? നോക്കൂ, 2008 VS-ന്റെ കാലത്ത് ഒരു കമ്മീഷനെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തു, നിസാർ കമ്മീഷൻ. ആ നിസാർ കമ്മീഷൻ ഈ പറയുന്ന മനുഷ്യരുമായിട്ട് ഒരു കാര്യം പോലും സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇവരുടെ ഭാഗം കേൾക്കാതെ നിസാർ കമ്മീഷൻ അവരുടെ ടേംസ് ഓഫ് റെഫറൻസിൽ പോലും ഇല്ലാത്ത വഖഫിന്റെ കാര്യം എഴുതി ചേർക്കുന്നു. അത് പിന്നീട് കോടതി നടപടികളിലേക്ക് പോകുന്നു. താങ്കൾ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ UDF-ന്റെ ഭരണസമിതിക്ക് സ്വാധീനമുണ്ടായിരുന്ന വഖഫ് ബോർഡ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അത് തിരിച്ചുപിടിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. പക്ഷേ പിന്നീട് അവർ നോട്ടീസ് അയക്കുന്നു. പക്ഷേ അതുകൊണ്ട് UDF അവസാനിച്ചു. പിന്നീട് LDF സർക്കാർ വരുന്നു. LDF സർക്കാർ വരുമ്പോൾ കരമടയ്ക്കാനുള്ള അനുമതി നിങ്ങൾ കൊടുക്കുന്നത് ഇവരുടെ ആധാരത്തിന് പുറത്തല്ല, വഖഫ് പ്രോപ്പർട്ടിക്ക് ഇവർ കരമടയ്ക്കാൻ കൊടുത്തു എന്നതാണ് അവരുടെ ആക്ഷേപം. ശ്രീ അബ്ദുൽ ഖാദർ, അവിടെയാണ് ചതി പറ്റി എന്നവർ സംശയിക്കുന്നത്. അല്ലെന്ന് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന് മുന്നിൽ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നു, കരമടയ്ക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്തിരിക്കുന്നു. വഖഫ് ബോർഡ് 2019 ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നു. നിരവധി കാലങ്ങളിലെ നീട്ടിക്കൊണ്ടുപോകലിന് ശേഷമാണ് 2019 അവർ ഈ തീരുമാനമെടുത്തത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗവൺമെന്റിന് ഒരു ഉത്തരവിട്ടിട്ട് വഖഫ് ബോർഡ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ സാങ്കേതികമായും നിയമപരമായും കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇരകൾക്ക് അനുകൂലമായിട്ട് ഒരു സംവിധാനം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. ശ്രീ അബ്ദുൽ ഖാദർ, ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആയിട്ടുള്ള വഖഫ് ബോർഡിന് സർക്കാരിന് അത്തരത്തിലൊരു തീരുമാനം പറയാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പറഞ്ഞ ഇനി ആരെയും കുടിയൊഴിപ്പിക്കില്ല, നോട്ടീസ് കൊടുക്കൂല എന്ന് ഉന്നതാധികാര സമിതി പറഞ്ഞത് കള്ളത്തരമല്ലേ, പൊള്ളയല്ലേ? അത് നിങ്ങൾ ഒരേ സമയത്ത് അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരവും ഇല്ല എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കലക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതിന് പിന്നിൽ മറ്റു ചില ശക്തികളുണ്ട്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് അതിന്റെ പുറകിൽ കൂടിയിരിക്കുന്നു. രാഷ്ട്രീയ ആരോപണമാണ് നിൽക്കട്ടെ. എന്റെ ഒരു ചോദ്യം ശ്രീ കെ വി, ഞാൻ രാജുവിന്റെ ചോദ്യത്തിലെ ലോജിക്കായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, അതിനകം ദയവായി മറുപടി നൽകുക. അതായത് ഒരു ക്വാസി ജുഡീഷ്യൽ കമ്മീഷനായ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോർഡായ ഈ വഖഫ് ബോർഡിനോട് സർക്കാരിന് നിർദ്ദേശിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ന് സർക്കാർ നോട്ടീസ് കൊടുക്കരുതെന്നും തുടർ നടപടികൾ പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ക്വാസി ജുഡീഷ്യൽ ബോഡിക്ക് നിർദ്ദേശം കൊടുക്കാൻ സർക്കാരിന് കഴിയില്ലെങ്കിൽ ഇത് കഴിയില്ലല്ലോ. അല്ല, ഇത് ഈ പ്രശ്നത്തിൽ ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? കുടിയൊഴിപ്പിക്കുമെന്ന് പറയലാണോ? അല്ലല്ല, സർക്കാർ പറയുന്നത് ഈ നിർദ്ദേശം വെക്കാമെങ്കിൽ ഈ ക്ലെയിം ഒഴിവാക്കൂ എന്ന് നിങ്ങൾക്ക് നിർദ്ദേശം വെച്ചുകൂടെ എന്നാണ് എന്റെ ചോദ്യം. ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തീർച്ചയായും ഇതിനെ മറികടക്കുന്ന മറികടക്കാനുള്ള ഒരു ഇടപെടലാണ് ഗവൺമെന്റ് നടത്തുന്നത്. എന്ന് പറയുന്നതിന് എന്തർത്ഥം? ശ്രീ രാജു പി നായർ, ഈ സാങ്കേതിക പ്രശ്നം മറികടക്കുന്നതിന് ഇതല്ല വഴി. അരുൺ രണ്ട് തരത്തിലുള്ള മറുപടി പറയാണ്ട്, സാങ്കേതികവും അതുപോലെ തന്നെ രാഷ്ട്രീയവും രണ്ടിനും സമയം തരണം ഞാൻ അഭ്യർത്ഥിക്കും. ആദ്യം സാങ്കേതികമായ കാര്യം പറയാം. ഞാനൊരു ഇടവേള എടുത്തിട്ട് തിരിച്ചു വരാം.
Debate with Dr. Arun Kumar.